നമ്മുടെ ഈ തൊട്ട് പുറകിലായിട്ട് ഒരു വലിയ ചരിത്രമുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ കുനിച്ചി കൊണ്ടകെട്ടി വരമ്പതി എന്ന് പറയുന്ന വരമ്പതി മലയിൽ എത്തിച്ചേരുകയും 8 വീട്ടിൽ പിള്ളമാരുടെ ആക്രമണത്തെ ഭയന്നാണ് അദ്ദേഹം ജീവരക്ഷാർത്ഥം ഈ മലയിലെത്തിയെന്നും ഒരു ആദിവാസി ബാലന്റെ രൂപത്തിൽ ഒരു പയ്യൻ വന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ഈ തൊട്ട് കുറച്ച് അപ്പുറത്ത് മാറിയിട്ടുള്ള അവിടെ ഒരു വലിയ ഗുഹയുണ്ട്. പാറയുടെ അകത്ത് ഒളിച്ചിരിക്കാം. ആ ഗുഹയിൽ കൊണ്ട് ഒളിച്ച് ഇരുത്തി 8 വീട്ടിൽ പിള്ളമാരെ വഴിമാറ്റി വിട്ട് മഹാരാജാവിനെ രക്ഷപ്പെടുത്തി എന്ന ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. അതിൻ്റെ ഫലമായിട്ട് 8 വീട്ടിൽ പിള്ളമാരെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ കൊല്ലപ്പെടുന്നതിന് നിന്നും രക്ഷപ്പെടുത്തിയതിൻ്റെ ഫലമായി ഈ വരമ്പതി മലയിലെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന അഗസ്ത്യമുനിയുടെ ആ ധ്യാനത്തിൽ പ്രത്യക്ഷപ്പെട്ട ധർമ്മശാസ്താവാണ് അഗസ്ത്യമുനിയെ ആദിവാസി ബാലന്റെ രൂപത്തിൽ വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതെന്നും അദ്ദേഹത്തിന് ദർശനം കിട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ മലയുടെ വരുന്ന ഏതാണ്ട് 600 ഏക്കർ സ്ഥലം വരമ്പതി മലയ്ക്ക് വേണ്ടി അന്ന് ചെമ്പ് പട്ടയം എഴുതി കരമൊഴിവാക്കി നൽകുകയും ചെയ്തു. അതാണ് ഒരു വലിയ ചരിത്രം ഇന്ന് നിലനിൽക്കുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകളായി ആദിവാസികൾ പൂജ ചെയ്തു വന്നിരുന്ന ഈ സ്ഥലം പിൻകാലത്ത് വനങ്ങളെല്ലാം തെളിഞ്ഞതിന് ശേഷം അവർ താഴേക്ക് ഇറങ്ങുകയും കുറച്ച് ആദിവാസികൾ ഉണ്ടാവുകയും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് ആ അഗസ്ത്യമുനി ധ്യാനത്തിലിരുന്ന 5 തല നാഗം ഇന്നും കല്ലായി കിടക്കുന്ന സ്ഥലത്താണ് ആരാധന നടന്നു വന്നിരുന്നത്. അതോടൊപ്പം ദേവിയുടെ ഒരു സങ്കല്പവും പേച്ചി, നമുക്കറിയാം പേച്ചി എന്ന് പറയുമ്പോൾ ഒരു ദേവി സങ്കല്പമാണ്. പേച്ചിയിൽ നിന്നും ഒരു അഗ്നികോളം ദേവി ഇങ്ങനെ ഈ മലയിലേക്ക് വരുന്നു എന്നും അവിടെ വരുന്ന സമയത്ത് ഒരു യുവതിയുടെ രൂപം ഇങ്ങനെ പ്രത്യക്ഷപ്പെടും എന്ന് ആണ് ഇവിടുത്തെ പൂർവികർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ കാളിമലയിൽ കാളി ദേവസ്ഥാനവും വരമ്പതി ധർമ്മശാസ്താവ് എന്ന വരമ്പതി ധർമ്മശാസ്താവിൻ്റെ ദേവസ്ഥാനവും 5 തല നാഗരുള്ള സ്ഥലത്ത് ഇന്നും സ്വയംഭൂവായിട്ടുള്ള അവിടെ നാഗപ്രതിഷ്ഠയും ഉപദേവതയായി ഗണപതിക്കും പ്രതിഷ്ഠയുണ്ട്. കൂടാതെ എല്ലാ ചൊവ്വയും വെള്ളിയും ഞായറും ഐല്യവും പൗർണമിയാണ് കാളിമലയിലെ പൂജ. ആ പൂജാ ദിവസങ്ങളിലെല്ലാം ഈ മലദേവതാ സങ്കല്പ ഭൂമിയായ ശൂലംകുത്തിയിലും പൂജ നടന്നു വരുന്നു. എല്ലാ വർഷവും മേടമാസത്തിലെ പൗർണമി, ചിത്ര പൗർണമി നാളിലാണ് കാളിമല ചിത്ര പൗർണമി പൊങ്കാല. അതിനും 7 ദിവസത്തിന് മുൻപേ തീർത്ഥാടനം ആരംഭിക്കും. 7ാമത്തെ ദിവസം ചിത്ര പൗർണമി പൊങ്കാലയോടുകൂടി തീർത്ഥാടനത്തിൻ്റെ ഒരു സമാപ്തി കുറിക്കും. വൈകുന്നേരം നമ്മുടെ മണ്ടക്കാട്ട് കുട മാതിരി ഒരു ഊട്ട് ഉണ്ട് ദേവിക്ക്. അതൊരു 12 മണിക്ക് മുമ്പേ ഊട്ടോടുകൂടി ഈ വർഷത്തെ കാളിമല തീർത്ഥാടനവും ചിത്ര പൗർണമി പൊങ്കാലയും പരിസമാപ്തി കുറിക്കുന്നതാണ്.